നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജുവേട്ടാ, ആ കൈങ്ങ തന്നെ. രാജുവേട്ട ശരിക്കും സൂപ്പറാ. അതെന്താ രാജുവേട്ട ഒന്നും മിണ്ടാതെ പോയത്? എനിക്കറിയില്ല. നീ പോയി രാജുവിനോട് എന്നെ ചോദിക്ക്. ചേച്ചി രാജുവേട്ടനെ വഴക്ക് പറഞ്ഞോ? പിന്നെ പറയാതെ. ഒരു അത്യാവശ്യത്തിന് വിളിച്ച ഫോൺ എടുക്കില്ല, മെസ്സേജിന് റിപ്ലൈ തരില്ല. ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അയ്യോ ചേച്ചി, ചേച്ചി എന്ത് പണിയായി കാണിച്ചേ? എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ലല്ലോ. ആണോ? എങ്കി ചേച്ചി ഇതൂടെ കേട്ടോ. കലാനഗറിലെ ആൾക്കാരെ വിളിച്ചോണ്ട് വന്ന് വല്യച്ഛനെ അനുമോദിച്ചതും, ടിവിയില് വല്യച്ഛനെ കുറിച്ച് ന്യൂസ് വന്നതും, വല്യച്ഛന് സിഎമ്മിന്റെ കോള് വന്നതിന്റെ ഒക്കെ പിന്നിൽ രാജുവേട്ടൻ തന്നെയായിരുന്നു. അയ്യോ, സത്യമാണ് നീ പറയുന്നേ? ചേച്ചി വെറുതെ ഒന്നും അറിയാതെ ആ പാവത്തിനെ വഴക്ക് പറഞ്ഞു. ഞാൻ ചെയ്തത് മോശമായി പോയി. ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് രാജുവിനെ എന്തൊക്കെയോ പറഞ്ഞു. എന്തൊരു ഫൂളാ ഞാൻ. രാജുവിനോട് സോറി ചോദിക്കണം. രാജു, എന്താ വലിയ ഗൗരവത്തിലാണല്ലോ? അയ്യോ, നമുക്ക് എന്ത് ഗൗരവം മാഡം? പിണക്കാണെന്ന് തോന്നുന്നു എന്നോട്. എന്തിന്? എനിക്ക് ആരോട് ഒരു പിണക്കവുമില്ല. ആണോ? പിന്നെന്താ മുഖത്ത് ഇതുവരെ കാണാത്തൊരു ഗൗരവം? ഇപ്പൊ ശരിയായില്ലേ? രാജു, രാജുവിനോട് നന്ദി പറയാനാ ഞാൻ വന്നത്. ഞാൻ അറിഞ്ഞില്ല എല്ലാം ചെയ്തത് രാജു ആണെന്ന്. രാജുവിന് അറിയാലോ എനിക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണെന്ന്. പിന്നെ ധന്യയുടെ നാട്ടുകാര് വന്ന് അച്ഛനോട് നന്ദി പറഞ്ഞപ്പോഴും ടിവിയില് ന്യൂസ് കാണിച്ചപ്പോഴും ഒക്കെ ഞാൻ സ്വയം മറന്ന് സന്തോഷം നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രി വിളിച്ച് അച്ഛനോട് നന്ദി പറഞ്ഞപ്പോ ശരിക്കും ഞാനങ്ങ് അഹങ്കരിച്ചു പോയി. ആ അഹങ്കാരത്തിലാ രാജു മുറിയിലേക്ക് വന്നപ്പോ ഞാൻ ദേഷ്യപ്പെട്ടത്. എല്ലാത്തിന്റെ പിന്നിലെ ബുദ്ധി ഈ തലയിന്നാണെന്ന് ഞാൻ അറിഞ്ഞോ? അപ്പു പറഞ്ഞപ്പോഴല്ലേ ഞാനെല്ലാം അറിയുന്നേ. ഇതൊക്കെ രാജുവിന് പറഞ്ഞാൽ എന്താ? ഒന്നും പറയില്ല, എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് വഴക്കും കേൾക്കും. രാജുവിനോട് വഴക്ക് കൂടിയതിന് മാപ്പ് ചോദിക്കാനാ. മാഡം എന്താ ഈ പറയുന്നത്? എന്തിനാ മാഡം എന്നോട് മാപ്പ് ചോദിക്കുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. മാഡം മാപ്പൊന്നും പറയണ്ട. ഓഹോ, രാജു എന്ത് വിചാരിച്ചു? ഞാൻ രാജുവിനോട് മാപ്പ് പറയുന്നോ? രാജുവിന്റെ മനസ്സിലെടുപ്പ് കൊള്ളാലോ. എന്നെ സേവ് ചെയ്യേണ്ടതേ രാജുവിന്റെ കടമയാ. ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും എന്നെ എന്ത് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്ന് രാജു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഇത്തവണയും രാജു പറഞ്ഞ വാക്ക് പാലിച്ചു. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു നോച്ചേ സ്വയം ഞാനൊരു മഹാസംഭവമാണെന്നൊന്നും രാജു വിചാരിക്കണ്ട. അയ്യോ ഇല്ലേ, ഋതിക മഹാറാണി പറയുന്നത് പോലെ ഈ രാജുവിന്റെ ഒരു കടമ മാത്രമാണ് ചെയ്തത്. അവിടുന്ന് വിചാരിക്കുന്നത് പോലെ ഈ ഉള്ളവന്റെ മനസ്സിലെ ഒരു അഹംഭാവവും ഇല്ലേ? ഇല്ലെങ്കിൽ രാജുവിന് കൊള്ളാം. മാഡത്തിന്റെ ഒരു കാര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.